ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണം റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമിനൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ മയ്യത്തിന്റെ പേരിൽ കടങ്ങളുണ്ട്, കടങ്ങൾ മക്കളേറ്റെടുത്തിരിക്കുന്നു എന്ന് മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ആ അനൗൺസ്മെന്റ് മയ്യത്തിന്റെ റൂഹ് വേദനിക്കുന്ന വല്ലാത്തൊരു അനൗൺസ്മെന്റ് ആണ്. അതുകൊണ്ട് കടക്കാരായി ജീവിക്കല്ലേ. ലക്ഷങ്ങൾ വില പിടിപ്പുള്ള വീടുകൾ, വീട്ടിൽ നിങ്ങൾ ലോണുകൾ എടുത്തുകൊണ്ടോ കടം വാങ്ങിക്കൊണ്ടോ വീടുകൾ ഉണ്ടാക്കി പ്രയാസപ്പെടുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയാൽ മരിച്ച മയ്യത്തിന്റെ നിസ്കാരം പ്രയാസമാണ്. ഒരു സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ പിന്തിരിഞ്ഞു പോന്നപ്പോ സഹാബാക്കൾ ചോദിച്ചു, മുത്തുനബിയെ നിങ്ങൾ എന്തേ മയ്യത്ത് നിസ്കരിക്കാത്തത്? ആ മയ്യത്തിന്റെ പേരിൽ കടങ്ങളുണ്ട്, കടങ്ങളുള്ള മയ്യത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോ മറ്റുള്ളവർ ഏറ്റെടുത്ത്